ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ സി എ അനലിസ്റ്റിന്റെ മറ്റൊരു യൂട്യൂബ് കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് മാസത്തെ മന്ത്ലി കറണ്ട് അഫയേഴ്സിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ എന്ത് ചെയ്യുക, നിർബന്ധമായും അത് കണ്ടിട്ട് വരിക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേര് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ടെലഗ്രാം ചാനലിന്റെ പേര് ദ സി എ അനലിസ്റ്റ് എന്നാണ്. അതിൽ ജോയിൻ ചെയ്യാത്തവർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഫലപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടെ എന്ത് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ കണ്ടന്റിലോട്ട് പോവാം. യെസ്, ആദ്യ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ത്യയിൽ പ്രവർത്തനക്ഷമമായ ഒരു ആണവ നിലയത്തിന്റെ മേധാവിയായിട്ട് ആദ്യമായിട്ടൊരു വനിത വരുന്നു. ആരാണ് ആ വനിത എന്നാണ് ചോദ്യം. അവരുടെ പേര് ആർ.എം. നാച്ചമ്മൈ എന്നാണ്. ആർ.എം. നാച്ചമ്മൈ എന്നാണ് അവരുടെ പേര്. കൈഗ, കർണാടകയിലെ കൈഗ ആണവ നിലയത്തിന്റെ മേധാവിയായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു വനിത വരുന്നു. അവരുടെ പേരാണ് ആർ.എം. നാച്ചമ്മൈ. ആർ.എം. നാച്ചമ്മൈ എന്നാണ് പേര്. ഇന്ത്യയിൽ പ്രവർത്തനക്ഷമമായ ഒരു ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യ വനിത ആർ.എം. നാച്ചമ്മ, കൈഗ, കർണാടക. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെടുന്ന ആര്? നമുക്കറിയാം, കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന എ ഷാജഹാൻ മാറുന്നു. ഷാജഹാൻ മാറിയതിനു ശേഷം പുതിയ ആൾ വരെയാണ്. അതിന്റെ പേരാണ് കെ.ജി. സനൽകുമാർ. അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെടുന്ന നിലവിലത്തെ ആൾ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് കെ.ജി. സനൽകുമാർ ആണ്. കേന്ദ്രത്തിലാണെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാറാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വിവാദമൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. നമ്മുടെ നോ കോൺഫിഡൻസ് മോഷൻ, നമ്മുടെ പ്രതിപക്ഷം അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. ആർക്ക്? ജ്ഞാനേഷ് കുമാറിനെതിരെ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പറയും. അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ ആരാണ്? കെ.ജി. സനൽകുമാർ ആണ്. അങ്ങനെയെങ്കിൽ അടുത്തൊരു പുരസ്കാരമാണ് 2025 തകഴി സ്മാരക പുരസ്കാരം നേടിയത് ആര് എന്നാണ് ചോദ്യം. അപ്പൊ 2025 തകഴി സ്മാരക പുരസ്കാരം നേടിയത് സേതുവാണ്. അപ്പൊ 2025 തകഴി സ്മാരക പുരസ്കാര ജേതാവാര് എന്ന് ചോദിച്ച ആരാണ്? അത് സേതുവാണെന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. മൗറീഷ്യസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ 58ാമത് ദേശീയ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ത്യൻ നാവികസേനയുടെ ഒരു കപ്പൽ പുറപ്പെട്ടിട്ടുണ്ട്. ഏതാണ് ആ കപ്പൽ? INS ത്രികാന്ത്. അപ്പോൾ INS ത്രികാന്ത് എന്ന് പറയുന്ന കപ്പലാണ് എങ്ങോട്ട് പോകുന്നത്? മൗറീഷ്യസിന്റെ 58ാമത് ദേശീയ ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ കപ്പലിന്റെ പേരാണ് INS ത്രികാന്ത് എന്ന കാര്യം ഓർക്കുക. അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ കൊച്ചിയിൽ അഭയം നൽകിയ ഇറാനിയൻ യുദ്ധക്കപ്പൽ. നമുക്കറിയാം, ഈ പശ്ചിമേഷ്യ സംഘർഷഭരിതമാണല്ലേ. അമേരിക്കയും ഇസ്രായേലും കൂടെ ഇറാൻ ആക്രമിക്കുന്നു. ഇറാൻ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഒരു കപ്പലിനെ, നമ്മുടെ അടുത്തിടെ വിശാഖപട്ടണത്ത് വെച്ച് നടന്ന ഒരു നാവിക അഭ്യാസം ഉണ്ടായിരുന്നു. ആ നാവിക അഭ്യാസത്തിന് ശേഷം ഒരു കപ്പൽ, ഇറാന്റെ ഒരു കപ്പൽ നമ്മുടെ ശ്രീലങ്കൻ തീരത്ത് വെച്ചിട്ട് അമേരിക്ക എന്ത് ചെയ്യുന്നുണ്ട്? ആ കപ്പലിനെ മുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സിങ്ക് ചെയ്യുന്നുണ്ട്, തകർക്കുന്നുണ്ട്. ഏകദേശം 86ഓളം അതിനകത്ത് ആൾക്കാർ, സെയിലേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അതിനകത്ത് മരണപ്പെടുന്നുണ്ട്. ആ കപ്പലിന്റെ പേര് ഐറിസ് ഡന എന്നാണ്. IRIS എന്നാണ്. നമുക്ക് ഫുള്ളി നമുക്ക് ഐറിസ് എന്ന് വിളിക്കാം. ഐറിസ് ഡന എന്ന് പറയുന്ന കപ്പലിനെ ശ്രീലങ്കൻ തീരത്ത് വെച്ച് നമ്മുടെ ഈ പറയുന്ന അമേരിക്കയുടെ വാർഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? തകർക്കുന്നുണ്ട്. അതിന്റെ പേരാണ് ഐറിസ് ഡന. ആ സമയത്ത് കൊച്ചിയിൽ നമ്മളൊരു കപ്പലിന്, ഇറാന്റെ ഒരു യുദ്ധക്കപ്പലിന് അഭയം നൽകുകയുണ്ടായി. ഏതാണ് ആ യുദ്ധക്കപ്പൽ എന്ന് വെച്ചാൽ പറഞ്ഞാൽ ആ യുദ്ധക്കപ്പലിന്റെ പേരാണ് ഐറിസ് ലാവൻ. IRIS ലാവൻ എന്നാണ് പേര്. ഐറിസ് ലാവൻ എന്നാണ് കപ്പലിന്റെ പേര്, ഐറിസ് ലാവൻ. അപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ കൊച്ചിയിൽ അഭയം നൽകിയ ഇറാന്റെ യുദ്ധക്കപ്പലാണ് ഐറിസ് ലാവൻ. എന്നാൽ അമേരിക്ക മുക്കിക്കളഞ്ഞ, അല്ലെങ്കിൽ അമേരിക്ക തകർത്ത ഇറാന്റെ കപ്പൽ ഏത് എന്ന് ചോദിച്ചപ്പോൾ അത് ഐറിസ് ഡന എന്ന കപ്പലാണ്. ഐറിസ് ഡന എന്ന കപ്പലിനെയാണ് ഈ പറയുന്ന ആര് മുക്കുന്നത്, അമേരിക്ക തകർക്കുന്നത് എന്ന കാര്യം അവിടെ ഓർത്തു വെക്കാം. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. നോക്കണേ, ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഗോൾഡ് എന്ന് പറയുമ്പോൾ സ്വർണവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. കേരളം ഉൾപ്പെടെയുള്ള 3 സംസ്ഥാനങ്ങളിൽ
കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കുന്നതിന് വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു പരിശോധന നടത്തുന്നുണ്ട്. ആ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ. അപ്പോൾ വലിയ വിവാദമൊക്കെ ആയിരുന്നു അല്ലേ, സ്വർണം കട്ടവനാരപ്പ എന്നൊക്കെയുള്ള പാട്ട് വരെ ഇറക്കിയിട്ടുണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള 3 സംസ്ഥാനങ്ങളിൽ കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കുന്നതിന് വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു പരിശോധന നടത്തുന്നുണ്ട്. ആ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്നുള്ളത്. അങ്ങനെയെങ്കിൽ അടുത്തതൊരു പ്രമാദമായ ഒരു കേസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. 40 വർഷങ്ങൾക്ക് ശേഷം 2026 മാർച്ച് മാസം സുപ്രീം കോടതി തീർപ്പാക്കിയ ചരിത്ര പ്രധാനമായിട്ടുള്ളൊരു കേസ് ഉണ്ട്. ഏതാണ് ആ കേസ്? MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഭോപ്പാൽ ട്രാജഡി ഇല്ലേ, ആ ഭോപ്പാൽ ട്രാജഡിയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കേസാണിത്. ഒലിയം വാതക ചോർച്ച കേസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ MC മേത്ത എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ലോയറും അതുപോലെ തന്നെ ഒരു പരിസ്ഥിതി പ്രവർത്തനമൊക്കെയാണ് MC മേത്ത. അദ്ദേഹവും ഇന്ത്യ ഗവൺമെന്റ് തമ്മിലുള്ള യുദ്ധമായിരുന്നു ആ ഒരു കേസ്, ചരിത്രപ്രധാനമായ കേസ്. ഈ പറയുന്ന MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, അത് 40 വർഷങ്ങൾക്ക് ശേഷം അതിന്റെ വിധി പ്രസ്താവം വരുന്നു. ഇന്ത്യൻ ഈ പറയുന്ന ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഒരുപാട് എന്താ പറയുക കാലതാമസം, ഒരു വിധി വരാൻ 40 വർഷം കാത്തിരിക്കുക ചെറിയ കാര്യമല്ല. അപ്പോൾ അത് വലിയൊരു ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഏറ്റവും വലിയൊരു പോരായ്മ തന്നെയാണ്. കുറച്ചും കൂടെ സ്പീഡപ്പ് ചെയ്താൽ നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനകത്ത്. അപ്പം 40 വർഷങ്ങൾക്ക് ശേഷം 2026 മാർച്ചിൽ സുപ്രീം കോടതി തീർപ്പാക്കിയ ചരിത്ര പ്രധാനമായിട്ടൊരു കേസ് ഉണ്ട്. ആ കേസാണ് MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്, അല്ലെങ്കിൽ അത് അറിയപ്പെടുന്നത് ഒലിയം വാതക ചോർച്ച കേസ് എന്നാണ് ആ കേസ് അറിയപ്പെടുന്നത്. ഓർത്തു വെച്ചേക്കുക. അടുത്തതിലോട്ട് പോകുന്നു നമ്മൾ. ലോക സാമ്പത്തിക ഫോറം, വേൾഡ് എക്കോണമിക് ഫോറത്തിന്റെ 50ാം വാർഷിക സമ്മേളനത്തിന് വേദി. നമുക്കറിയാം അത് സ്ഥിരം വേദിയാണ്. ലോക സാമ്പത്തിക ഫോറം അഥവാ വേൾഡ് എക്കോണമിക് ഫോറത്തിന്റെ എപ്പോഴും സ്ഥിരം വേദി എവിടെയാണ്? ദാവോസ് ആണ്. അപ്പോൾ ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി എവിടെയെന്ന് വെച്ചപ്പോൾ എവിടെയാണ്? അത് ദാവോസ് ആണെന്ന കാര്യം ഓർക്കുക. അങ്ങനെയെങ്കിൽ ഇന്ത്യ, സീഷെൽസ് എന്ന രാജ്യമാണ്, ഇന്ത്യ, സീഷെൽസ് എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് ലാമിത്യേ എന്നാണ്. അപ്പോൾ ഇന്ത്യ, സീഷെൽസ് സംയുക്ത സൈനിക അഭ്യാസമാണ് ലാമിത്യേ. അപ്പോൾ ഇന്ത്യ, സീഷെൽസ് സംയുക്ത സൈനിക അഭ്യാസം ലാമിത്യേ എന്ന കാര്യം ഓർക്കുക. ഇനി KSRTCയുടെ സ്ഥിരം ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് CMDയുമായിട്ട് നിയമിക്കപ്പെടുന്നത് പ്രമോജ് ശങ്കർ ആണ്. പ്രമോദ് അല്ല, പ്രമോജ് ശങ്കർ. അപ്പൊ KSRTCയുടെ സ്ഥിരം ചെയർമാനും MDയുമായിട്ട് നിയമിക്കപ്പെടുന്നത് പ്രമോദ് ശങ്കർ. ഇനി KSRTCയുടെ ഗുഡ്വിൽ അംബാസഡറായിട്ട് നിയമിക്കപ്പെട്ടത് ആരാ? KSRTCയുടെ ഗുഡ്വിൽ അംബാസഡർ നിയമിക്കപ്പെടുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്, മോഹൻലാലാണ് അല്ലേ. ലാലേട്ടനാണ് KSRTCയുടെ ഗുഡ്വിൽ അംബാസഡറായിട്ട് നിയമിക്കപ്പെടുന്നത് കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർക്കുക. അടുത്ത പോയിന്റ്, മലയാള സിനിമയുടെ പിതാവെന്ന് കൺസിഡർ ചെയ്യപ്പെടുന്ന JC ഡാനിയലിന്റെ വെങ്കല പ്രതിമ എവിടെയാണ് അനാച്ഛാദനം ചെയ്യപ്പെട്ടത്? നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് മലയാള സിനിമയുടെ പിതാവായിട്ടുള്ള നമ്മുടെ JC ഡാനിയലിന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പെടുന്നത് ട്രിവാൻഡ്രത്തുള്ള ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണെന്ന് കാര്യം ഓർക്കാം. അടുത്തത് 2 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 2026 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം നേടിയത് ആര് എന്നാണ് ചോദ്യം. അത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. അപ്പോൾ 2026 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം നേടുന്നത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. അങ്ങനെയെങ്കിൽ 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതാർക്ക്? വൈരമുത്തു. തമിഴ് കവിയും ഗാനരചയിതാവും അതുപോലെ തന്നെ എന്താ പറയുക സിനിമാ പാട്ടുകളൊക്കെ എഴുതുന്ന വൈരമുത്തു. അദ്ദേഹം അറിയപ്പെടുന്നത് കവിപ്പേരരസ് എന്നാണ്. അദ്ദേഹം തമിഴ്നാട്ടിൽ അദ്ദേഹത്തിനെ വിളിക്കുന്ന കവിപ്പേരരസ്, വൈരമുത്ത് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. അദ്ദേഹത്തിനാണ് 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം, തമിഴ് ഭാഷയ്ക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏഴാച്ചേരി രാമചന്ദ്രന് കടമനിട്ട പുരസ്കാരവും വൈരമുത്തുവിന് ഈ പറയുന്ന ജ്ഞാനപീഠ പുരസ്കാരം എത്രാമത്? 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം എന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. ഇതാണ് നമ്മുടെ വൈരമുത്ത് കേട്ടോ. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. അടുത്തതൊരു സ്കീമാണ്, ഒരു പദ്ധതിയാണ്. കുട്ടികളിലെ ഗുരുതരമായിട്ടുള്ള വൃക്കരോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് ഒരു പദ്ധതി ആരംഭിക്കുന്നുണ്ട്.
ആ പദ്ധതിക്ക് വിളിച്ച പേരാണ് പ്രതീക്ഷ. അപ്പോൾ കുട്ടികളിലെ ഗുരുതരമായിട്ടുള്ള വൃക്ക രോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യങ്ങളിൽ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി വിളിച്ച പേരാണ് പ്രതീക്ഷ എന്നുള്ളത്. പ്രതീക്ഷയ്ക്ക് ഫുൾ ഫോം ഒക്കെ ഉണ്ട്, നിങ്ങൾ പഠിക്കണമെന്നില്ല. പീഡിയാട്രിക് റീനൽ അസസ്മെന്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഇന്റർവെൻഷൻ കേരള സ്റ്റേറ്റ് എന്നാണ് ഫുൾ ഫോം. അതിനെയാണ് ചുരുക്കപ്പേരിൽ നമ്മൾ പ്രതീക്ഷ എന്ന് വിളിക്കുക. അപ്പോൾ കുട്ടികളിലെ ഗുരുതരമായിട്ടുള്ള വൃക്ക രോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രതീക്ഷ. ഇനി ഗ്രാമപ്രദേശങ്ങളിലെ 20 ലക്ഷം വീടുകളിൽ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് ഗംഗ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. UP ആണ്, ഉത്തർപ്രദേശാണ്. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ 20 ലക്ഷം വീടുകളിൽ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള, അപ്പം ഗ്രാമപ്രദേശങ്ങളിലെ 20 ലക്ഷം വരുന്ന വീടുകളിൽ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് ഗംഗ എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം. പ്രോജക്റ്റ് ഗംഗ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അത് UP ആണ്, ഉത്തർപ്രദേശാണ്. ആ പ്രോജക്റ്റ് ഗംഗ ഉത്തർപ്രദേശിന്റെ ഗ്രാമങ്ങളിലേക്കുള്ള ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷന്റെ പദ്ധതിക്ക് വിളിച്ച പേരാണ്. ഇനി ട്രാൻസ്ഗ്രിഡ് 2.0, അതും ഈ പറയുന്ന വൈദ്യുതിയുമായി ബന്ധപ്പെട്ടതാണ്. ട്രാൻസ്ഗ്രിഡ് എന്താ സംഭവം? കേരളത്തിൽ 24 മണിക്കൂർ 7 ദിവസവും 24 മണിക്കൂറും ഗുണനിലവാരമുള്ള വൈദ്യുതി ഉറപ്പാക്കാൻ വേണ്ടിയും വൈദ്യുതി പ്രസരണ നഷ്ടം കുറച്ച് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉപഭോക്താക്കളിലേക്ക് കാര്യക്ഷമമായി എത്തിക്കാൻ വേണ്ടി KSEB നടപ്പിലാക്കുന്ന ഒരു സമഗ്ര പദ്ധതിയാണ് ട്രാൻസ്ഗ്രിഡ് 2.0. ഒന്നും കൂടി. അപ്പൊ കേരളത്തിൽ 24 മണിക്കൂറും ആഴ്ചയിൽ 24 മണിക്കൂർ എല്ലാ ദിവസവും 24 മണിക്കൂർ നല്ല നിലവാരമുള്ള വൈദ്യുതി ഉറപ്പാക്കുകയും അതുപോലെ തന്നെ വൈദ്യുതി പ്രസരണ നഷ്ടം കുറച്ച് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉപഭോക്താക്കളിലേക്ക് കാര്യക്ഷമമായി എത്തിക്കാൻ വേണ്ടി KSEB നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ട്രാൻസ്ഗ്രിഡ് 2.0. ട്രാൻസ്ഗ്രിഡ് 2.0 എന്ന് പറയുന്നത്. ഇനി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടൊരു ഫാക്റ്റാണ്. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്, അതായത് BCCI, ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ എന്നാണ് BCCIയുടെ ഫുൾ ഫോം. BCCIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ എന്നാണ് BCCIയുടെ ഫുൾ ഫോം. BCCIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് മുംബൈയാണ്. അതിൻ്റെ നിലവിലത്തെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് മിഥുൻ മൻഹാസ് ആണ്. BCCIയുടെ നിലവിലെ സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ അത് ദേവ്ജിത്ത് സായിക്കിയാണ്. ദേവ്ജിത്ത് സായിക്കിയാണെന്ന കാര്യം ഓർക്കുക. ഇനി ICCയുടെ ചെയർമാൻ, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ എന്നറിയപ്പെടുന്ന ICCയുടെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ പറഞ്ഞത് ജയ്ഷായാണ്. അമിത്ഷായുടെ മോനാണ് ജയ്ഷാ. അദ്ദേഹം ആ പദവിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ജയ്ഷാ. ICCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ദുബായിലാണ്. ICCയുടെ ആസ്ഥാനം ദുബായിലാണ്, ഓർക്കണേ. അപ്പോൾ ഇവിടെ BCCI നൽകുന്ന ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനകൾ നൽകുന്ന ആജീവനാന്ത പുരസ്കാരം, ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്ന് പറയും. ആജീവനാന്ത പുരസ്കാരം നേടിയത് 3 പേരാണ്. ഒന്ന് റോജർ ബിന്നി, 1983 വേൾഡ് കപ്പിലെ വിന്നിംഗ് ടീമിലെ ഒരു അംഗമായിരുന്നു റോജർ ബിന്നി. ഇതിനു മുൻപ് BCCIയുടെ പ്രസിഡന്റ് ആയിരുന്നു റോജർ ബിന്നി. പിന്നെ രാഹുൽ ദ്രാവിഡ്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വൻ മതിൽ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം രാഹുൽ ദ്രാവിഡ്. പിന്നെ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ സച്ചിൻ എന്നറിയപ്പെടുന്ന, വനിതകളുടെ ലേഡി ടെണ്ടുൽക്കർ എന്നറിയപ്പെടുന്ന മിതാലി രാജ്. ഈ 3 പേർക്കുമാണ് BCCIയുടെ ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള പുരസ്കാരം കൊടുക്കുന്നത്. അപ്പോൾ രാഹുൽ ദ്രാവിഡ്, റോജർ ബിന്നി, പിന്നെ നമ്മുടെ മിതാലി രാജ്, 3 പേരെ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. അടുത്തിലോട്ട് പോവാം നമുക്ക്. നോക്കണേ, സ്വന്തം കറൻസി നോട്ടുകളിൽ നിന്നും പ്രമുഖ വ്യക്തികളുടെ ചിത്രങ്ങൾ ഒഴിവാക്കി പകരം തദ്ദേശീയമായിട്ടുള്ള വന്യജീവികളുടെയും പ്രകൃതി ദൃശ്യങ്ങളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ് ചോദ്യം. അത് ബ്രിട്ടനാണ്. അപ്പോൾ സ്വന്തമായിട്ടുള്ള കറൻസി നോട്ടുകളിൽ നിന്നും പ്രമുഖ വ്യക്തികളുടെ ചിത്രങ്ങൾ ഒഴിവാക്കി പകരം തദ്ദേശീയമായിട്ടുള്ള വന്യജീവികളുടെയും പ്രകൃതി ദൃശ്യങ്ങളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യമേത് എന്ന് ചോദിച്ച പറഞ്ഞ ഏതാണ്? അത് ബ്രിട്ടനാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ.
മലയാളത്തിൽ നിന്ന് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ കൃതി ഏത്? മായാ മനുഷ്യർ. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ. അപ്പം മലയാളത്തിൽ നിന്ന് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ കൃതി മായാ മനുഷ്യറാണ്. അതിൻ്റെ രചയിതാവ് എൻ പ്രഭാകരൻ. അപ്പോൾ എൻ പ്രഭാകരന്റെ മായാ മനുഷ്യർ എന്ന് പറയപ്പെടുന്ന കൃതിയാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാള കൃതി. അതിൻ്റെ രചയിതാവ് എൻ പ്രഭാകരനാണ്. അടുത്തതിലോട്ട് പോകുന്നു. അപ്പോൾ എൻ പ്രഭാകരൻ മായാ മനുഷ്യർ എന്ന കൃതിയാണ് നമുക്കിവിടെ കാണാം. അടുത്ത പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡെക്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ്, റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട പോയിന്റാണ്. നീതി ആയോഗിന്റെ 2026 സാമ്പത്തിക ഭദ്രതാ സൂചിക അഥവാ ഇംഗ്ലീഷിൽ നമ്മളതിനെ ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ്, സാമ്പത്തിക ഭദ്രത അഥവാ ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2026 രാജ്യത്തെ 18 പ്രമുഖ സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനം നേടിയത് ഒഡീഷയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2025 ഫസ്റ്റ് എഡിഷൻ. അതിൽ 1-ാം സ്ഥാനം ആർക്കായിരുന്നു? ഒഡീഷയാണ്. 1-ാം സ്ഥാനം ഒഡീഷയ്ക്കായിരുന്നു. കേരളത്തിന്റെ സ്ഥാനം അന്നും 15-ാം സ്ഥാനം. ഇപ്പോൾ 2026 ഒരു മാറ്റവും. 1-ാം സ്ഥാനത്ത് ഒഡീഷ, കേരളത്തിന്റെ സ്ഥാനം 15ആണ്. അടുത്ത പോയിന്റ്, രാജ്യത്ത് 100 വ്യവസായ പാർക്കുകൾ നിർമ്മിക്കാൻ വേണ്ടി കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്? ഏത് പദ്ധതി പ്രകാരമാണെന്നാണ് ചോദ്യം. ഭവ്യ. എന്താണ് ഭവ്യയുടെ ഫുൾ ഫോം? ഭാരത് ഔദ്യോഗിക് വികാസ് യോജന. ഭാരത് ഔദ്യോഗിക് വികാസ് യോജന എന്നാണ്. അപ്പൊ രാജ്യത്ത് 100 വ്യവസായ പാർക്കുകൾ നിർമ്മിക്കാൻ വേണ്ടി കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് ഏത് പദ്ധതി പ്രകാരമാണ് എന്നാണ് ചോദ്യം. അത് ഭവ്യ എന്ന് പറയുന്ന പദ്ധതി പ്രകാരം. ഭവ്യ അഥവാ ഭാരത് ഔദ്യോഗിക് വികാസ് യോജന. അപ്പോൾ രാജ്യത്ത് 100 വ്യവസായ പാർക്കുകൾ നിർമ്മിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് ഏത് പദ്ധതി പ്രകാരം എന്ന് ചോദിച്ചാൽ അത് ഭവ്യ എന്ന് പറയുന്ന പദ്ധതി പ്രകാരമാണെന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരാം. ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് പൂന്തോട്ടം, ടുലിപ്പ് ഗാർഡൻ അല്ലേ? അപ്പോ ശ്രദ്ധിച്ച് കേൾക്കണടാ. അപ്പൊ രാജ്യത്തെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ ഉദ്ഘാടനം ചെയ്തത് എവിടെ എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? അത് ശ്രീനഗറിലാണ്. അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ ഉദ്ഘാടനം ചെയ്തത് ശ്രീനഗറിലാണ്. അങ്ങനെയെങ്കിൽ എക്സസൈസ് സീ ഡ്രാഗൺ 2026 എന്നത് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. അപ്പോൾ സീ ഡ്രാഗൺ ഒരു നാവിക അഭ്യാസമാണ്, ഇന്ത്യക്ക് ഉൾപ്പെടുന്ന ഒരു നാവിക അഭ്യാസമാണ് എക്സർസൈസ് സീ ഡ്രാഗൺ 2026 എന്ന് പറയുന്നത്. അതിന് ആതിഥേയത്വം വഹിക്കുന്ന ആരാണ്? അത് അമേരിക്കയാണെന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റ്, കഴിഞ്ഞ ബജറ്റ് 2026 കേന്ദ്ര ബജറ്റിൽ പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിന്റെ കേസാണ്. അതിൽ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഒരു സാധനമാണ് പറയുന്നത്. കർഷകർക്ക് തത്സമയ കാർഷിക ഉപദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി സർക്കാർ ആരംഭിച്ച AI പവേർഡ് ബഹുഭാഷ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. അപ്പോൾ AI പവേർഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവേർഡ് മൾട്ടിലിംഗ്വൽ അഥവാ ബഹുഭാഷ മൾട്ടിലിംഗ്വൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഭാരത് വിസ്താർ എന്ന് പറയുന്നത്. ഭാരത് വിസ്താർ. അപ്പൊ എന്താ സംഭവം? കർഷകർക്ക് തത്സമയമായിട്ട് ലൈവായിട്ട് കാർഷിക ഉപദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി സർക്കാർ ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവേർഡ് AI പവേർഡ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി അഥവാ നിർമ്മിത ബുദ്ധി പവേർഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഭാരത് വിസ്താർ. അപ്പോൾ ഭാരത് വിസ്താർ പദ്ധതി പ്ലാറ്റ്ഫോം ആരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളത്? കർഷകരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമാണ് ഭാരത് വിസ്താർ എന്ന കാര്യം ഓർക്കാം. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. 2026 മാർച്ച് മാസം ആദ്യ ട്രാൻസ്ജെൻഡർ വനിതാ നിയമസഭ എവിടത്തെ? നേപ്പാളിന്റെ ആദ്യ വനിതാ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വനിതാ നിയമസഭാംഗമായി
ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ട്രാൻസ്ജെൻഡർ നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഭൂമിക ശ്രേഷ്ഠയാണ്. ആ ട്രാൻസ്ജെൻഡർ തന്നെ ഒരു കാറ്റഗറിയാണ് ഈ പറയുന്ന എന്താ പറയുക, ഫെമിനിൻ ട്രാൻസ്ജെൻഡർ ഒരു കാറ്റഗറി ഉണ്ട്, അല്ലെങ്കിൽ വനിതകൾ എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ട്രാൻസ്ജെൻഡർ എന്ന തേർഡ് ജെൻഡർ എന്ന നിലയ്ക്കാണ്, മൂന്നാമത്തെ ജെൻഡർ, തേർഡ് ജെൻഡർ എന്ന നിലയ്ക്കാണ് അവർ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ 2000 മാർച്ച് മാസം ആദ്യത്തെ ട്രാൻസ്ജെൻഡർ നിയമസഭാംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഭൂമിക ശ്രേഷ്ഠ, നേപ്പാൾ. അപ്പം നേപ്പാളിൻ്റെ ആദ്യ ട്രാൻസ്ജെൻഡർ നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഭൂമിക ശ്രേഷ്ഠ, നേപ്പാൾ. അത് പറഞ്ഞപ്പോഴാണ് നിലവിൽ നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ബാലേന്ദ്ര ഷായാണ്. ബാലേന്ദ്ര ഷാ നമുക്കറിയാം. ബാലേന്ദ്ര ഷായെ പറ്റി പറയുമ്പോൾ വലിയ തോതിലുള്ള 2025 സെപ്റ്റംബർ മാസം ജൻസി കലാപം ആളിക്കത്തിനെ തുടർന്ന് നേപ്പാളിന്റെ പ്രധാനമന്ത്രിയായിരുന്ന KP ശർമ്മ ഒലിക്ക് രാജ്യം വിട്ട് പലായനം ചെയ്യപ്പെടേണ്ടി വന്നു. അതിനുശേഷം ജൻസികൾ അവിടെ താൽക്കാലിക പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുത്തത് സുശീല കാർക്കി എന്ന് പറയുന്ന വനിതയായിരുന്നു. അവരായിരുന്നു നേപ്പാളിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി. അങ്ങനെ സുശീല കാർക്കിയുടെ നിർദ്ദേശത്തുടർന്ന് അവരുടെ ഗൈഡൻസിലാണ് അവിടെ ഇലക്ഷൻ നടക്കുന്നത്. അങ്ങനെ നേപ്പാളിന്റെ പ്രധാനമന്ത്രിയുടെ ബാലേന്ദ്ര ഷാ അധികാരം ഏറ്റെടുക്കുന്നു. അതിന്റെ പൊളിറ്റിക്കൽ പാർട്ടി രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി, രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിയാണ് ഈ പറയുന്ന ബാലേന്ദ്ര ഷായുടെ പൊളിറ്റിക്കൽ പാർട്ടി. അപ്പോൾ ഓർക്കണേ, നിങ്ങൾ അത്രയും കാര്യങ്ങളോട് ഓർക്കണേ. അടുത്ത പോയിന്റ്, പാർലമെന്റിൽ ഞാൻ മുന്നേ പറഞ്ഞു അല്ലേ, പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നടപടിക്ക് നോട്ടീസ് നേരിടുന്ന ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നാണ് ചോദ്യം. ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ ആണ്. ഇദ്ദേഹത്തെയാണ് പ്രതിപക്ഷം, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷം ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയനാക്കണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് കൊടുത്തത്. അപ്പോൾ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നോട്ടീസ് നേരിടുന്ന ആദ്യ മുഖ്യ ചരിത്രത്തിലെ തന്നെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മാറുന്നു ജ്ഞാനേഷ് കുമാർ. ഇനി മരണാനന്തര അവയവദാതാക്കളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ കൊച്ചിയിൽ സ്ഥാപിക്കുന്ന സ്മാരകത്തിൻ്റെ പേരെന്ത് എന്നാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ടതാണ്, വേവ് ഓഫ് ലൈഫ്. അപ്പോൾ വേവ് ഓഫ് ലൈഫ് എന്ന സ്മാരകം ആർക്ക് വേണ്ടിയിട്ടാണ്? മരണാനന്തര അവയവദാതാക്കളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ എവിടെ സ്ഥാപിക്കുന്ന? എറണാകുളത്ത് കൊച്ചിയിൽ സ്ഥാപിക്കുന്ന ഒരു സ്മാരകമാണ് വേവ് ഓഫ് ലൈഫ്. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാം. വേവ് ഓഫ് ലൈഫ് എവിടെയാണ്? കൊച്ചിയിലാണ്. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. യെസ്, ഇതാണ് നമ്മുടെ ജ്ഞാനേഷ് കുമാറിൻ്റെ ചിത്രം. ഇതാണ് നമ്മുടെ ജ്ഞാനേഷ് കുമാർ, ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. അടുത്ത പോയിന്റ് നോക്കിയേ, ആരവല്ലി മലനിരകളെ നിർവചിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി നിയോഗിച്ച 10 അംഗ സമിതിയുടെ അധ്യക്ഷയാണ് കാഞ്ചൻ ദേവി. ഈ ആരവല്ലി ഇഷ്യൂ വലിയ തോതിൽ കത്തി നിന്ന ഇഷ്യൂ ആണ് ഇത്, ആരവല്ലി ഇഷ്യൂ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ആരവല്ലി മലനിരകളെ നിർവചിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി ഒരു 10 അംഗ സമിതിയെ വെക്കുന്നു. ആ 10 അംഗ സമിതിയുടെ അധ്യക്ഷയുടെ പേരാണ് കാഞ്ചൻ ദേവി എന്ന് പറയുന്നത്. അപ്പോൾ ആരവല്ലി മലനിരകളെ നിർവചിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി നിയോഗിച്ച 10 അംഗ സമിതിയുടെ അധ്യക്ഷയാണ് കാഞ്ചൻ ദേവി. 10 അംഗ സമിതിയുടെ അധ്യക്ഷയാണ് കാഞ്ചൻ ദേവി എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കിയേ, എന്താണ് ഫാം ഗാർഡ്? കൃഷിയിടത്തിന് സമീപമെത്തുന്ന വന്യജീവികളെ ശബ്ദമുണ്ടാക്കി തുരത്താൻ സംസ്ഥാനത്തെ വനം വകുപ്പ് തയ്യാറാക്കിയ ഒരു AI ബേസ്ഡ് സംവിധാനമാണ് ഫാം ഗാർഡ്. അപ്പോൾ ഫാം എന്ന് പറഞ്ഞാൽ എന്താണ്? പാടം എന്നാണ്. ഗാർഡ് മീൻസ് പ്രതിരോധം തീർക്കുക എന്നാണ് അല്ലേ. അപ്പോൾ കൃഷിയിടത്തിന് സമീപമെത്തുന്ന വന്യജീവികളെ ശബ്ദമുണ്ടാക്കി തുരത്താൻ വേണ്ടി സംസ്ഥാനത്തെ വനം വകുപ്പ് തയ്യാറാക്കിയ AI ബേസ്ഡ് സംവിധാനത്തിന്റെ പേരാണ് ഫാം ഗാർഡ് എന്ന് പറയുന്നത്. അടുത്തതിലോട്ട് പോകുന്നു. വാഹനങ്ങളിൽ നിന്നുള്ള വായു മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ആൽഗെ ബേസ്ഡ് പ്യുവർ എയർ ടവർ. അപ്പോൾ മൈക്രോ ആൽഗെ ബേസ്ഡ് പ്യുവർ എയർ ടവർ സ്ഥാപിച്ചത് എവിടെയെന്ന് വെച്ചപ്പോൾ അവിടെയാണ്, ഡൽഹിയിലാണ്. അപ്പോൾ വാഹനങ്ങളിൽ നിന്നുള്ള വായുമലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി
ഡൽഹി നമുക്കറിയാം പണ്ട് മുതലേ വായു മലിനീകരണത്തിന് പേര് കേട്ട സ്ഥലമാണ് ഡൽഹി. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓക്സിജൻ പാർലറുകൾ അല്ലേ, ശുദ്ധവായു കിട്ടാൻ വേണ്ടിയിട്ട് ഓക്സിജൻ പാർലർ കൊണ്ടുവന്ന ഡൽഹിയിലാണ്. ആ ഡൽഹിയാണ് ഈ പറയുന്ന വാഹനങ്ങളിലെ വായു മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മൈക്രോ ആൽഗെ ബേസ്ഡ് പ്യുവർ എയർ ടവർ സ്ഥാപിക്കുന്നത് ഡൽഹിയാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെച്ചേക്കുക. അപ്പോൾ മൈക്രോ ആൽഗെ ബേസ്ഡ് എയർ ടവർ സ്ഥാപിക്കുന്നത് ഡൽഹിയാണ്. ഒരു സാങ്കേതിക വിദ്യ, അത്രയും മാത്രം ഓർത്താൽ മതി. അടുത്ത പോയിന്റ്, 6G സാങ്കേതിക വിദ്യയിൽ സഹകരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ഫിൻലാൻഡാണ്. അപ്പോൾ 6G സാങ്കേതിക വിദ്യയിൽ സഹകരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാ, അത് ഫിൻലാൻഡ്. നമുക്കറിയാം നമുക്കിപ്പോൾ യൂസ് ചെയ്യുന്നത് എന്താണ്, 5G ആണല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും 5G ആണ്. എന്നാൽ 6Gയിലേക്ക് പോവുകയാണല്ലേ. അപ്പോൾ 6G സാങ്കേതിക വിദ്യയിൽ സഹകരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ഏതാണ്, അത് ഫിൻലാൻഡാണെന്ന കാര്യം എന്ത് ചെയ്യാം, അവിടെ ഓർക്കുക. അപ്പോൾ ഇതോടുകൂടി മാർച്ച് മാസത്തെ കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സും നമ്മൾ 2 പാർട്ടായിട്ട് പറഞ്ഞ് സെറ്റായി കഴിഞ്ഞു. ഒരു വട്ടം കൂടി പറയട്ടെ, ടെലഗ്രാം ചാനലിൻ്റെ പേര് ദ CA അനലിസ്റ്റ് എന്നാണ്. ജോയിൻ ആകാത്തവർ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.